ഹായ് ആൾ, ഇന്ന് നമുക്ക് ചെറുപയർ ഇതുപോലെ എങ്ങനെ ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാൻ നോക്കിയാലോ. ഈ ഒരു സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ചെറുപയർ എടുക്കുക. അതൊരു 8 അവേഴ്സോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു ഓട്ടപാത്രത്തിലോ ആ ഒരു വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വെക്കണം. ഇനി ഈ ഒരു വെള്ളമെല്ലാം വാർത്ത ഒരു ചെറുപയർ നമ്മളൊരു സ്റ്റോറേജ് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഒരു കാസറോളിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു സ്റ്റോറേജ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറുപയറിലുള്ള ഈർപ്പം അതിനകത്ത് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ ഒരു നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബോക്സ് വേണമെന്നില്ല, കാസറോൾ യൂസ് ചെയ്യാം. അതുപോലെ നനവുള്ള ചെറിയൊരു തുണി വെച്ച് കൊടുത്താലും മതി ടിഷ്യൂ പേപ്പർ പകരമായിട്ട്. അപ്പോൾ ഇത് ഞാനിത് ചെറുപയറെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ ഇത് അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു ക്ലോത്ത് വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് നമ്മളൊരു 8 അവേഴ്സോളം അല്ലെങ്കിൽ 1 or 2 ഡേയ്സ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് അതുപോലെ മുള പൊട്ടിയിട്ട് വരും. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്ക് നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡോ അല്ലെങ്കിൽ ഉപ്പേരിയോ നല്ല മസാല കറിയോ എല്ലാം തയ്യാറാക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിവിടെ ഒരു സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാമിൻ്റെ സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പേരി തയ്യാറാക്കാം. ഞാനിപ്പോൾ കുറച്ച് ചീരയിലൊക്കെ ചേർത്തിട്ട് വേറൊരു ഉപ്പേരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ആക്കിയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്